خير مالك نبر خير كنانة خزيمة ومدركا إلياس ثم مودر كن مدركا نزارهم ما عدهم مدنان ترتيبهم ما ترى به التبيان സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പിതാക്കന്മാരുടെ നാമങ്ങൾ 20 പിതാക്കന്മാരുടെ നാമങ്ങൾ അത് കുഞ്ഞുനാളിലെ ഉസ്താദുമാർ മനപ്പാഠമാക്കാൻ പറയാറുണ്ട്. വലിയുമ്മമാരും വലിയുപ്പമാരും മനപ്പാഠമാക്കാൻ പറയാറുണ്ട്. പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കളെല്ലാം സ്വലാഹിന്റെ ഉടമകളായിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചരിക്കാൻ പക്ഷേ ആ മാതാപിതാക്കൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഇല്ലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃത്വത്തിന്റെ സന്ദേശങ്ങളെയും പിതൃത്വത്തിന്റെ സന്ദേശങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിക്കുകയുണ്ടായി. അൻതാഉൻ അം ആബോ മറഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അൻത ഉമ്മുൻ അം ആബോ അങ്ങ് വാപ്പയാണ് അങ്ങ് ഉമ്മയാണ്. അഥവാ പിതാവിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും മാതാവിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ലോകിൽ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് സമ്മാനിച്ചു പോയിട്ടുണ്ട്, ലോകത്തിന് സമർപ്പിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ ഉൾക്കൊള്ളാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ലോകത്തുള്ള മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ബാധ്യത എന്താണ്? അദ്ദിബു ഔലാദകും അലാ സലാസി ഖിസ്വാൽ ഹുബ്ബി നബിയികും വഹുബ്ബി അഹ്ലി ബൈതി വതിലാവത്തിൽ ഖുർആൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് അദ്ദിബു ഔലാദകും അലാ സലാസി ഖിസ്വാൽ ഹുബ്ബി നബിയികും വഹുബ്ബി അഹ്ലി ബൈതി വതിലാവത്തിൽ ഖുർആൻ. കുഞ്ഞുനാളിലെ മക്കൾക്ക് എല്ലാ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കേണ്ട 3 സ്നേഹങ്ങളുണ്ട്. ഒന്നാമത്തെ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത് ആ മുത്തിന്റെ കുടുംബ പരമ്പരയോടുള്ള സ്നേഹമാണ്. മൂന്നാമത്തേത് ശുദ്ധമായ ഖുർആനിനോടുള്ള സ്നേഹമാണ്. അദ്ദിബു ഔലാദകും അലാ സലാസി ഖിസ്വാൽ. 3 സംസ്കാരങ്ങൾ, കൾച്ചറുകൾ, സംസ്കൃതികൾ കുഞ്ഞുനാടിലെ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിലൊന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. ഇന്നലെ സ്വാഗത ഭാഷണത്തിൽ ഉസ്താദ് ഫത്ഹുൽ മുഈനിന്റെ ഇബാറത്ത് നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. ഈ മുതഅല്ലിമീങ്ങൾ ഒരുപക്ഷെ ഓതിപ്പഠിക്കുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എല്ലാം ആമുഖ ഭാഗത്ത് സ്കാരത്തെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ, നോമ്പിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ, സകാത്തിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ, ഹജ്ജിനെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പേ ഏറ്റവും ആദ്യമായി പറഞ്ഞ മസല എന്താണ്? ഇന്ന ഔവല വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത് മൗലിദുഹു ബി മക്കത്തൽ അമീന വഫാതുഹു ബി ത്വയ്ബത്തൽ മദീന مولده بمكة الأمينة وفاته بطيبة المدينة. മാതാപിതാക്കൾ ഏറ്റവും ആദ്യമായി മക്കൾക്ക് പകർന്നു കൊടുക്കൽ നിർബന്ധമുള്ള കാര്യം, അഥവാ ഉപേക്ഷിച്ചാൽ ഹറാമ് വരുന്ന കാര്യം, അഥവാ ചെയ്യാതിരുന്ന നരകത്തിൽ കടക്കുന്നതിലേക്ക് എത്തിക്കുന്ന കാര്യം, അഥവാ ചെയ്യൽ നിർബന്ധമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്നത് മദീന മുനവ്വറയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കവിൾത്തടം ഇങ്ങനെയാണ്, മുത്തിന്റെ നിറം ഇങ്ങനെയാണ്, മുത്തിന്റെ നടത്തം ഇങ്ങനെയാണ്, മുത്തിന്റെ കവിൾത്തടം, മുത്തിന്റെ കണ്ണ്, മുത്തിന്റെ കരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പിന്റെ ഗന്ധം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം രക്ഷിതാവിന്റെ ചുണ്ടിൽ നിന്ന്, ഉമ്മാന്റെ ചുണ്ടിൽ നിന്ന്, പാപ്പാന്റെ ചുണ്ടിൽ നിന്ന് മക്കൾ കേൾക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ, വീട്ടിന്റെ അകത്തളങ്ങളെത്തണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതാണ് ഏറ്റവും വലിയ ഹഖ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തു. രണ്ടാമത്തെ ഹഖ് എന്താണ്? അഥവാ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞൊരു ഹദീസുണ്ട്. മനസ്സിൽ കുറിച്ചിടണം. അറബി ടെക്സ്റ്റ് ഓർമ്മയില്ലെങ്കിലും അതിന്റെ മലയാള ടെക്സ്റ്റ് എങ്കിലും നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണം. എന്താണ് ഹദീസ്? മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസതു അഷ്യാ അൻ യുഹ്സിന ഇസ്മഹു ഇദാ ഉലിദ വഅൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വഅൻ യുസബ്ബിഹു ഇദാ ബറകാ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഹഖ്ഖുകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോഴേ ഒരു ഉമ്മ യഥാർത്ഥ ഉമ്മയായി തീരൂ, ഒരു ഉപ്പ യഥാർത്ഥ ഉപ്പയായി തീരൂ. മനസ്സിൽ കുറിച്ചിടണം. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസതു അഷ്യാ. 3 ഹഖ്ഖുകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു മാതാവ് യഥാർത്ഥ മാതാവായി തീരുന്നത്, ഒരു പിതാവ് യഥാർത്ഥ പിതാവായി തീരുന്നത്. അതിലൊന്നാമത്തത് എന്താണ്? അയ്യുഹ്സിന ഇസ്മഹു ഇദാ ഉലിദ. കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണം. ഇന്ന് ഏറ്റവും അപകടകരമായ സിറ്റുവേഷനായി മാറിയിരിക്കുകയാണ്. നാമം നിർദ്ദേശിക്കുന്ന പേരിടുന്ന മേഖല. ഇന്ന് ഗൂഗിൾ അങ്ങ് സെർച്ച് ചെയ്യും, നെറ്റങ്ങ് സെർച്ച് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെടുന്നതേതോ അതങ്ങ് സെലക്ട് ചെയ്ത് മക്കൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾ യഥാർത്ഥ മാതാപിതാക്കളായി മാറാൻ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ഒരു വലിയ ഹഖാണ് നല്ല പേരിട്ട് കൊടുക്കണം. നല്ല പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ല പേരിന്റെ നന്മയുടെ മാനദണ്ഡം. ഹദീസ് അങ്ങ് മറിച്ചു നോക്കിയാൽ, ഉദാഹരണമായി ബറക്കത്ത് എന്ന പേര് അർത്ഥം എന്താണ്? ഐശ്വര്യം എന്നാണ് അർത്ഥം. പക്ഷേ ആ പേരിടൽ കറാഹത്താണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു. അതുപോലെ അഫ്ലഹ് ഏറ്റവും വിജയി എന്നാണ് അർത്ഥം. പക്ഷെ ആ പേരിടൽ കറാഹത്താണ്. അതുപോലെ യസാർ എളുപ്പം എന്നാണ് അർത്ഥം. പക്ഷെ ആ പേരിടൽ കറാഹത്താണ്. റബാഹ് ലാഭം, ആ പേരിടൽ കറാഹത്താണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു. പക്ഷെ കേൾക്കാൻ നല്ല അർത്ഥമുള്ള പേരാണ്. അഫ്ലഹ് വിജയി എന്നാണ് അർത്ഥം, റബാഹ് ലാഭം എന്നാണ് അർത്ഥം, യസാർ ലാളിത്യം എന്നാണ് അർത്ഥം, അതുപോലെ ബറക്കത്ത് ഐശ്വര്യം എന്നാണ് അർത്ഥം, ബർറത്ത് ഗുണം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേരുകളെല്ലാം മാറ്റി മറ്റുള്ള പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നതല്ല നല്ല പേര്. ഇമാമിങ്ങൾ പറഞ്ഞു തരണം. ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറ്റുന്ന പേരേത്, പറ്റാത്ത പേരേത്. ഉത്തരവാദപ്പെട്ട ആലിമിനോട് തന്നെ ചോദിക്കണം. നല്ല പേരിനെ കുറിച്ച് നല്ല ഇൽമുള്ള ആലിമീങ്ങളോട് തന്നെ, ഹദീസ് കൈകാര്യം ചെയ്യുന്ന, തഫ്സീർ കൈകാര്യം ചെയ്യുന്ന, തുഹഫയും ഫിഖ്ഹും കൈകാര്യം ചെയ്യുന്ന ആലിമീങ്ങളോട് തന്നെ ചോദിക്കണം. അല്ലാതെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടാൽ ഏത് പേരിനും ഗൂഗിൾ സെർച്ച് ചെയ്താൽ അർത്ഥം എന്താണുള്ളത്? ദൈവത്തിന്റെ സമ്മാനം, സ്വർഗം, ഏത് പേര് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലും അതിൽ കിട്ടുന്ന അർത്ഥം എന്താണ്? സ്വർഗം, ദൈവത്തിന്റെ സമ്മാനം എന്നായിരിക്കും. ഈ അടുത്ത് ഒരു കുട്ടിയുടെ പേര് നസ എന്നാണ്. കേൾക്കാൻ നല്ല അർത്ഥം, കേൾക്കാൻ നല്ല പേരാണ് നസ. സെത്തുള്ളത് കൊണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ആ നസ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഗൂഗിൾ സെർച്ച് ചെയ്താൽ കൊട്ടാരമെന്നോ അല്ലെങ്കിൽ സ്വർഗമെന്നോ ദൈവത്തിന്റെ സമ്മാനമെന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നസ എന്ന പദത്തിന്റെ അർത്ഥം പല കുട്ടികൾക്കും ആ പേരുണ്ട്. നസ എന്ന് പറഞ്ഞാൽ
മൃഗങ്ങൾ മനുഷ്യരെ ബലാത്സംഗം ചെയ്തു, മൃഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിച്ചു എന്നാണ് അർത്ഥം. ആ പേരാണ് മിക്കവാറും രക്ഷിതാക്കൾ സെഡിനോടുള്ള താല്പര്യം കൊണ്ട്, സെഡുള്ള പേരുകളോട് പൊതുവിൽ രക്ഷിതാക്കൾക്കുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ നസ എന്ന പേരിട്ട് കൊടുത്ത എത്രയോ മക്കളെ അറിയാം. അതുപോലെ അഫ്രീൻ, ഒരു കുട്ടിയുടെ പേരാണ് അഫ്രീൻ. അഫ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചൂടാറിയ സാധനങ്ങൾ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്, ഓവൻ എന്നാണ് പറയുക. നെരിപ്പോട്, ചൂടാറിയ സാധനങ്ങൾ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓവൻ. ഓവൻ എന്നാണ് അഫ്രീൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇങ്ങനെ അള്ളാഹുവിനും റസൂലിനും പൊരുത്തമില്ലാത്ത പേരുകൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കരുത്, നമ്മുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കരുത്. അഹ്സിനു അസ്മാഅകും ഇന്നകും തുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും. നല്ല പേരിട്ട് കൊടുത്തോളൂ മക്കൾക്ക്. കാരണം പരലോകത്ത് സൂര്യൻ ഒരു ചാണുയരത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന നാളിൽ ജനസമൂഹം എത്രയും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഭീതിജനകമായ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും അവരുടെ പേര് വിളിക്കും. ഓരോരുത്തരുടെയും ബാപ്പമാരുടെയും അവരുടെയും പേര് കൂട്ടിയിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വഷളാവാതിരിക്കാൻ വേണ്ടി നല്ല പേരിട്ട് കൊടുത്തോളൂ, നല്ല പേരിട്ട് കൊടുത്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അത്ര ഗൗരവത്തോടുകൂടെ പറയണോ എന്നായിരിക്കും രക്ഷിതാക്കൾ ചിന്തിക്കുന്നത്. അത് അത്ര ഗൗരവത്തോടുകൂടെ പറയേണ്ടത് തന്നെയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം ഞാൻ പിന്നീട് ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. പേരിൽ വലിയ കാര്യം കിടക്കുന്നുണ്ട്. മാതാപിതാക്കൾ കുട്ടി ജനിച്ചാൽ ആ സന്തോഷ വാർത്ത അറിഞ്ഞാൽ പ്രസവിച്ച് 7ാമത്തെ ദിവസം പ്രഖ്യാപിക്കണം നല്ല പേര്. അള്ളാഹുവിനും റസൂലിനും പൊരുത്തമുള്ള പേര് തന്നെ നിർദ്ദേശിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുപോലെ രണ്ടാമത്തെ ഹഖ് അല്ലിമഹുൽ കിതാബ ഇദാ ഖലാ. കുട്ടിക്ക് കാര്യബോധം എത്തിത്തുടങ്ങിയാൽ, പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമെത്തിയാൽ നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം, നല്ല ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം, നബി എന്ന് പറഞ്ഞു കൊടുക്കണം, ഇസ്ലാം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദമ്പതികൾക്കിടയിലെ കലഹങ്ങളിലെ ചീത്ത വാക്കുകളോ അശ്ലീലമായ പ്രയോഗങ്ങളോ ഭൗതികമായ സംവിധാനങ്ങളുടെ പേരുകളോ അല്ല ആ കാര്യബോധം എത്തിത്തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മറിച്ച് കുട്ടിക്ക് കാര്യബോധം എത്തിത്തുടങ്ങിയാൽ ആ കുട്ടിക്ക് നല്ല ഇൽമ പറഞ്ഞു കൊടുക്കണം. ഇന്ന് പക്ഷേ മിക്കവാറും രക്ഷിതാക്കൾ ഭൗതികതയുടെ പിന്നാലെയാണ് പോകുന്നത്. സ്വന്തം മോന് കോട്ടയത്താണ് പഠിക്കുന്നത്, ഇടുക്കിയിലാണ് പഠിക്കുന്നത്, കോഴിക്കോട്ടാണ്, മദ്രാസിലാണ്, ചെന്നൈയിലാണ്. ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മക്കളുടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന രക്ഷിതാക്കളെ കാണാം. ഒരൊറ്റ ഇക്വേഷൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്, ഒരൊറ്റ സമവാക്യം. ലോകത്തുള്ള രക്ഷിതാക്കൾ ഉൾക്കൊള്ളേണ്ട സമവാക്യം എന്താണ്? ആ സമവാക്യം അത് മെറ്റീരിയൽ എഡ്യൂക്കേഷൻ പ്ലസ് ജോബ് പ്ലസ് സാലറി ഈക്വൽ ടു മിയർ എൻതൂസിയാസം. അത് ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷിതാക്കൾ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന സമവാക്യമാണ്. എന്താണ് അതിന്റെ അർത്ഥം? മെറ്റീരിയൽ എഡ്യൂക്കേഷൻ പ്ലസ് ജോബ് പ്ലസ് സാലറി ഈക്വൽ ടു മിയർ എൻതൂസിയാസം. ഭൗതികമായ വിദ്യാഭ്യാസം, കേവലമായ ഭൗതികമായ വിദ്യാഭ്യാസം, അതിലൂടെ നല്ല ജോലി, അതിലൂടെ നല്ല കാശ്, അതുവഴി അടിച്ചുപൊളിയുള്ള ജീവിതം. മക്കളെ ഈ ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിക്കണം. നല്ല വീട് വേണം, നല്ല വസ്ത്രം വേണം, ആഡംബര കല്യാണം വേണം, നല്ല റൂം വേണം, അതിന് കയ്യിൽ കാശ് വേണം, അതിന് നല്ല ജോലി വേണം, അതിന് ഭൗതികമായ വിദ്യാഭ്യാസം വേണം. ഈ സമവാക്യമാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട സമവാക്യം ഏത് രൂപത്തിലായിരിക്കണം? സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്ലസ് good life plus awareness plus responsibility equal to our enthusiasm. അഥവാ ആത്മീയമായ വിദ്യാഭ്യാസം, അതിലൂടെ നല്ല ജീവിതം,
അതിലൂടെ നല്ല ബോധമണ്ഡല വികാസം, അതിലൂടെ നല്ല ഉത്തരവാദിത്വം, അതുവഴി പരലോകത്തെ സന്തോഷം, പരലോകത്തെ ആനന്ദം. ദീനുള്ള രക്ഷിതാക്കൾ, ആഖിറത്തെ ഓർക്കുന്ന രക്ഷിതാക്കൾ മക്കളോട് പറയുന്ന സമവാക്യം, മക്കളെ പരലോകത്ത് സന്തോഷം വേണം, പരലോകത്ത് ആനന്ദം വേണം, പരലോകത്ത് സ്വർഗം വേണം, പരലോകത്ത് കൊട്ടാരം വേണം, സ്വർഗലോകത്ത് വലിയ പദവി വേണം. അതിന് മക്കളെ ഉത്തരവാദിത്വം നിർവഹിക്കണം, അതിന് നല്ല ബോധം വേണം, അതിന് നല്ല ജീവിതം വേണം, അതിനോ ആത്മീയമായ വിദ്യാഭ്യാസം വേണം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഅയ്യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖലാ. കുട്ടിക്ക് വിവേകമെത്തിയാൽ നല്ല ഇൽമ പറഞ്ഞു കൊടുക്കണം. നല്ല ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം, ഒരൊറ്റ കാര്യം ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട്. ഇതിലൊരു പക്ഷേ 80 വയസ്സുള്ളവരുണ്ടാകും, 70 വയസ്സുള്ളവരുണ്ടാകും, 60 വയസ്സുള്ളവരുണ്ടാകും, 50 വയസ്സുള്ളവരുണ്ടാകും. അഥവാ അത്രയും റബീഉൽ അവ്വൽ മാസം നമ്മയിലൂടെ കടന്നുപോയി എന്നർത്ഥം. ഒരു 50 വയസ്സുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 50 റബീഉൽ അവ്വൽ കടന്നുപോയി. ഒരു ബോധമുള്ള കാലം പരിഗണിക്കുകയാണെങ്കിൽ ഒരു 20 വർഷം ഒഴിവാക്കിയാൽ ഒരു 30 റബീഉൽ അവ്വലെങ്കിലും നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രായത്തിലും നടന്ന ഓരോ സംഭവങ്ങൾ പറയാൻ കഴിയുന്ന എത്ര പേര് സദസ്സിലുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ കൈ ഉയർത്താൻ ധൈര്യമുള്ള എത്ര പേരുണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വർഷം ജീവിച്ചിട്ടുണ്ട്. 63ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 63 വർഷത്തിലെ ഓരോ കാര്യവും വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് 130 ഗ്രന്ഥങ്ങൾ എഴുതിയപ്പോൾ അതിലൊരു ഗ്രന്ഥമാണ് സയ്യിദുൽ ബശർ. മദീന മുനവ്വറയിൽ റൗള ശരീഫിനരികിൽ പോയി ആ കിതാബ് പൂർണ്ണമായി ഉസ്താദ് വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. സയ്യിദുൽ ബശർ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതത്തിന്റെ ഓരോ പ്രായത്തിലും നടന്ന സംഭവങ്ങൾ വളരെ ക്രമമായി രേഖപ്പെടുത്തിയ കിതാബാണത്. ഞാനിത് പറയുന്നത് എന്തിനാണ്? എത്രയോ റബീഉൽ അവ്വൽ നമ്മിലൂടെ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഓരോ പ്രായത്തിലും നടന്നത് എന്തൊക്കെയാണ് എന്ന് ഏതെങ്കിലും ഒരു ആലിമിനോടോ ഏതെങ്കിലും ഒരു ഉസ്താദിനോടോ ചോദിച്ച് പഠിച്ച് മനഃപ്പാഠമാക്കി മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് രക്ഷിതാക്കളെ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ചോദ്യം തന്നെയാണത്. പറഞ്ഞതുകൊണ്ട് പറയട്ടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രായത്തിലും നടന്നത് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. 41 വയസ്സായപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്തും റിസാലത്തും ലഭിച്ചു. മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട ശൈലിയാണ് ഈ പറയുന്നത്. മക്കളെ, മുത്തിന് 41 വയസ്സായപ്പോഴേക്ക് നബുവത്തും റിസാലത്തും ലഭിച്ചു. 42, 43, 44 ഈ 3 വർഷങ്ങളിലും വളരെ രഹസ്യമായി പ്രബോധനം ചെയ്യേണ്ടി വന്നു. ശത്രു കിങ്കരന്മാരുടെ ആക്രമണങ്ങൾ കാരണത്താൽ. മക്കളെ, 45ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ അബിസീനിയയിലേക്ക് 2 തവണ പലായനം ചെയ്തു. 46ാമത്തെ വയസ്സിൽ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 47, 48, 49 ഈ 3 വർഷങ്ങളിലും ബന്ധവിച്ഛേദനത്തിന്റെ കരട് രേഖാ സമർപ്പണം കഅബാലയത്തിന്റെ കില്ലയിൽ മക്കാ മുശ്രിക്കുകൾ കെട്ടിത്തൂക്കിയതുകൊണ്ട് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ശിഅബ് അബീ ത്വാലിബ് താഴ്വരയിൽ ജീവിക്കേണ്ടി വന്നു. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പച്ചിലകൾ കഴിച്ചുകൊണ്ട് 47, 48, 49 ഈ 3 വർഷങ്ങളിലും ആ ഒരു ശിഅബ് അബീ ത്വാലിബ് താഴ്വരയിൽ ജീവിക്കേണ്ടി വന്നു. 50ാമത്തെ വയസ്സിലോ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ വിട പറഞ്ഞു. അബൂ ത്വാലിബ് വിട പറഞ്ഞു. ത്വായിഫിന്റെ മണ്ണിലൂടെ നടക്കുമ്പോൾ ഭ്രാന്ത എന്ന് വിളിച്ചുകൊണ്ട് കല്ലുകളെ കൊണ്ട് വാരിയെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭൂമേനിയിൽ നിന്ന് രക്തം ഇങ്ങനെ പൊടിഞ്ഞു കിനിഞ്ഞിറങ്ങി. 51ാമത്തെ വയസ്സിൽ ആ മുത്തിന്റെ വേദനിച്ച മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര നടത്തിച്ചു. 51ാമത്തെ വയസ്സിൽ തന്നെ മദീന മുനവ്വറയിൽ ഇസ്ലാം നാമ്പെടുത്തു തുടങ്ങി. 52ാമത്തെ വയസ്സിൽ ബൈഅത്തുൽ അഖബ എന്ന ഒന്നാമത്തെ ഉടമ്പടി നടന്നു. 53ാമത്തെ വയസ്സിൽ രണ്ടാമത്തെ ഉടമ്പടി ബൈഅത്തുൽ താനിയ നടന്നു. ബൈഅത്തുൽ അഖബത്തു താനിയ രണ്ടാമത്തെ ഉടമ്പടിയും നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ 53ാമത്തെ വയസ്സിൽ മക്ക മുക്കറമയിൽ നിന്ന് വിശ്വാസികളെല്ലാം മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലണമെന്ന് ദാറുൻ നബവിയിലേക്ക് ഖുറൈശികൾ ശത്രുകിങ്കരന്മാർ ഗൂഢാലോചന നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വാറയിൽ ഒളിക്കുകയും അവസാനം മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. മദീന മുനവ്വറയിലേക്ക് എത്തിച്ചേർന്നു. 53ാമത്തെ വയസ്സിൽ എത്തിയ ഉടൻ ഒരു പള്ളി നിർമ്മിച്ചു. ജൂതന്മാരെയും അൻസാരികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭരണഘടന നിർമ്മിച്ചു. 54ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 54ാമത്തെ വയസ്സിൽ ചില സമരങ്ങൾക്കുള്ള അനുമതി കൊടുത്തു. റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. സകാത്തുൽ മാലും ഫിത്ർ സകാത്തും നിർബന്ധമാക്കപ്പെട്ടു. ഇരു പെരുന്നാൾ നിസ്കാരങ്ങൾ സുന്നത്താക്കപ്പെട്ടു. ഉദ്ഹിയത്ത് സുന്നത്താക്കപ്പെട്ടു. അലി ഫാത്തിമ ദമ്പതികളുടെ കല്യാണം നടന്നു. അവര് വീട് കൂടുകയും ചെയ്തു. ഈ 54ാമത്തെ വയസ്സിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങി. അതുവരെ ഖുദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചിരുന്നത്. പിന്നീട് 55ാമത്തെ വയസ്സിലാണ് ഖൈബർ യുദ്ധം നടക്കുന്നത്. 56ാമത്തെ വയസ്സിൽ ബിർ മഊന സമരം നടക്കുന്നു. 57ാമത്തെ വയസ്സിൽ ഖന്ദഖ് യുദ്ധവും അതുപോലെ ഹദീസുൽ ഇഫ്ക് എന്ന സംഭവവും അതുപോലെ ബിർ മഊന സംഭവങ്ങളുമെല്ലാം നടക്കുന്നു. 58ാമത്തെ വയസ്സിൽ ഹുദൈബിയ സന്ധി നടക്കുന്നു. 59ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിഗന്ധങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് കത്തിടപാട് നടത്തുന്നു. 60ാമത്തെ വയസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മൗതാ സമരവും ഹുനൈൻ യുദ്ധവും മക്കമ്പത്തും നടക്കുന്നു. 61ാമത്തെ വയസ്സിൽ തബൂക്ക് യുദ്ധം നടക്കുന്നു. 62ാമത്തെ വയസ്സിൽ ഹജ്ജത്തുൽ വദാ. 63ാമത്തെ വയസ്സിൽ ആ നേതാവ് ലോകത്തോട് ഇവിടെ പറയുന്നു. ഉദാഹരണത്തിന് വേണ്ടി കേൾപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രായത്തിലും നടന്നത് വളരെ സ്പഷ്ടമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു ടാസ്കായി ഏറ്റെടുത്ത് പഠിക്കാനും അത് മക്കൾക്ക് പകർന്നു കൊടുക്കാനും ഞാനും നിങ്ങളും മനസ്സ് വെച്ചിട്ടുണ്ടോ? ഇത് പറയുമ്പോൾ എനിക്ക് എന്റെ പിതാവിനോട് വലിയ കടപ്പാടാണ്. കാരണം ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും പിതാവ് എന്തെങ്കിലും ഒരു ടാസ്ക് തരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിക്കാൻ, മുത്തിന്റെ ജീവിതത്തിലെ സമരങ്ങളെ കുറിച്ച് പഠിക്കാൻ ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും ആ പിതാവ് ഓരോ ടാസ്ക് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടാസ്ക് ഏറ്റെടുത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യാറുണ്ട്. അല്ലാഹുവേ, അവിടെ പറഞ്ഞ പിതാവിന്റെ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. പറഞ്ഞതുമായി യുഅല്ലിമുൽ കിതാബ ഇദാ ഖല, കുട്ടിക്ക് വിവേകമെത്തിയാൽ ആ കുട്ടിക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. മൂന്നാമത്തെ ഹഖ് വഅയുസബ്ബിജഹു ഇദാ ദറക, കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ, പക്വതയെത്തിയാൽ, വിവാഹപ്രായമെത്തിയാൽ, ജോലി കിട്ടിയാൽ അവർക്ക് നല്ല ഇണയെ സെലക്ട് ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. 10, 30, 32, 35, 40, 29 ഒക്കെ വയസ്സുള്ള ഒരുപാട് ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരി നാട്ടിലുണ്ട്, കരയിലുമുണ്ട്. ഇങ്ങനെ വയസ്സ് കൂട്ടി കൊണ്ടുപോകുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാരണം മാതാപിതാക്കൾ
മക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട 3 ഹക്കുകൾ അഥവാ മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു വശിയ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വ അൻ യുസബ്ബിതഹു ഇദാ ദറക. നല്ല പേരിട്ട് കൊടുക്കണം, നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ നല്ല ദീനുള്ള, നല്ല ഉത്തരവാദിത്വ ബോധമുള്ള നല്ല ഇണകളെ മക്കൾക്ക് കണ്ടെത്തിയാൽ വീണ്ടും വൈകിക്കുന്നത് ഏറ്റവും വലിയ ഫസാദിന് കാരണമാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഹദീസിലാണ് മൻ അതാകും തർലൗന ദീനഹു വ അമാനതാ ഫസബ്ബിജൂ വ ഇല്ലം തഫാലൂ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. സദഖ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ജോലിയും പക്വതയും മര്യാദയും മെച്ചൂരിറ്റിയും ഉള്ള ആണാണ്. ആണിനെ പറ്റി ഇണയെ കെട്ടി നല്ല ദീനുള്ള ഉത്തരവാദിത്വ ബോധമുള്ള നല്ല പെണ്ണിനെ കണ്ടെത്തി. എന്നിട്ടും സമ്പാദ്യത്തിന്റെ പേര് പറഞ്ഞു, കുടുംബത്തിന്റെ പേര് പറഞ്ഞു, തറവാടിന്റെ പേര് പറഞ്ഞു, ഭൗതിക സംവിധാനത്തിന്റെ പേര് പറഞ്ഞു. ആരെങ്കിലും വിവാഹത്തിന് തടസ്സം നിന്നാൽ, ഏതെങ്കിലും രക്ഷിതാവ് വിവാഹത്തിന്റെ തടസ്സം നിന്നാൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ ഭൂമിയിൽ ധാരാളം അരാജകത്വങ്ങൾ ഉണ്ടാവും, ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാവും. സാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മാതാപിതാക്കൾ അനുവർത്തിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നന്നായി അനുവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 3 കാര്യങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാതിരുന്നാൽ മക്കളിൽ നിന്ന് അനുസരണക്കേട് ഉണ്ടാകുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു ചരിത്രം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അബുൽ ലൈസി സമർഖന്ദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പങ്കുവെക്കുകയുണ്ടായി. എന്താണ് ചരിത്രം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം സമാധാന പൂർണ്ണമായ ഭരണത്തിന്റെ കാലമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ അത് സമാധാന പൂർണ്ണമായ ഭരണമാണ്. അവിടെ അനുസരണക്കേടില്ല, അരാജകത്വങ്ങളില്ല, കുഴപ്പങ്ങളില്ല, അക്രമങ്ങളില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാപ്പ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ഒരു പാപ്പ കണ്ണുനീർ പൊഴിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അരികിലേക്ക് വന്ന് പറയുന്നു, എന്റെ മോൻ എന്റെ മുഖത്തടിച്ചു, എന്റെ മോൻ എന്നോട് മോശമായി പെരുമാറുന്നു, എന്റെ മകൻ എന്നോട് മോശമായി പെരുമാറുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു പാപ്പ കണ്ണുനീർ പൊഴിച്ചു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖഭാവം മാറി. ഉമറിന്റെ ഭരണകാലത്ത് പാപ്പയെ അടിക്കുന്ന മക്കളോ, പാപ്പയെ ചീത്ത വിളിക്കുന്ന മക്കളോ, പാപ്പയോട് അനുസരണക്കേടോടുകൂടെ പെരുമാറുന്ന മക്കളോ, ആ മകനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ച് ആ മകനെ ദർബാറിലേക്ക് വിളിച്ചു വരുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മകൻ കടന്നു വന്നു. മകൻ കടന്നു വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വന്തം ബാപ്പയോടുള്ള ഹക്കുകൾ നിനക്കറിയില്ലേ? നീ ഒരു ബാപ്പാന്റെ മോനല്ലേ? ഒരു ബാപ്പയോട് ചെയ്യേണ്ട ഹക്ക് എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ മോന് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ചോദ്യം എനിക്ക് മനസ്സിലായി. മക്കൾക്ക് മാതാപിതാക്കളോട് ഹക്കുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എങ്കിൽ എനിക്ക് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു ഹക്കുമില്ലേ? ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു ഹക്കുമില്ലേ? ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു ഹക്കുമില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മോന് ചോദിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ, മാതാപിതാക്കൾക്ക് മക്കളിലേക്ക് ചേർത്തുകൊണ്ട് ചില ഹക്കുകളുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അങ്ങ് കേൾപ്പിച്ചു. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി സലാസത്തു വശിയ അൻ യുഹ്സിന ഇസ്മഹു ഇദാ വുലിദ വ അൻ യുഅല്ലിമഹുൽ കിതാബ ഇദാ ഖല വ അൻ യുസബ്ബിതഹു ഇദാ ദറക. ജനിച്ചാൽ നല്ല പേരിട്ട് കൊടുക്കണം,
നല്ല ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം, നല്ല ഇണയെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് കേട്ടപ്പോൾ ആ മോന് പറഞ്ഞു, എങ്കിൽ ഈ 3 മേഖലയിലും എന്റെ പിതാവ് പരാജിതനാണ്. ഈ ഹദീസിൽ പറഞ്ഞ 3 കാര്യങ്ങളും എന്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, എന്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ല. ഒന്നാമത്തേത് നല്ല പേര് കൊടുക്കുക എന്നുള്ളതല്ലേ. എന്റെ ബാപ്പ എനിക്കിട്ട് തന്ന പേര് സ്വഹർ എന്നാണ്. സ്വഹർ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷി, പ്രാപ്പിടിയൻ എന്ന പേരുള്ള ഒരു പക്ഷി എന്നാണ് അർത്ഥം. പ്രാപ്പിടിയൻ എന്ന പേരുള്ള ഒരു പക്ഷിയുടെ പേരാണ് എന്റെ ബാപ്പ എനിക്കിട്ട് തന്നത്. രണ്ടാമത്തേത് നല്ല ഇൽമ പഠിപ്പിക്കുക. ഒരു ഖുർആനിന്റെ അക്ഷരം പോലും എന്റെ ബാപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മൂന്നാമത്തേത് നല്ല ഇണയെ സെലക്ട് ചെയ്യുക. എന്റെ പിതാവ് വളരെ വൈകിട്ടാണ് എനിക്ക് ഇണയെ സെലക്ട് ചെയ്തത്. ആ ഇണയാണെങ്കിലോ ദുസ്വഭാവിയായ, ദീനില്ലാത്ത, കേവലം പണം മാത്രമുള്ളൊരു പെണ്ണാണ്. അവൾക്ക് ദീനില്ല, സ്വഭാവമില്ല. പക്ഷെ നല്ല പണാധിപത്യമുണ്ട്, നല്ല തറവാടിത്തമുണ്ട്. പക്ഷെ ദീനില്ലാത്ത ദുസ്വഭാവിയായ ഒരു പെണ്ണിനെ വളരെ വൈകിക്കൊണ്ടാണ് എനിക്ക് എന്റെ വാപ്പ കല്യാണം ചെയ്തു തന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ 3 ഹക്കുകളും എന്റെ ബാപ്പ ജീവിതത്തിൽ നിറവേറ്റിയിട്ടില്ല. ആ മോന് പറഞ്ഞപ്പോൾ ജ്വലിക്കുന്ന കണ്ണോടുകൂടെ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സ്വന്തം മക്കളോട് ചെയ്യേണ്ട ഹക്കുകളൊന്നും നേരാവണ്ണം നിർവഹിക്കാതെ മക്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി എന്ന പരാതിയുമായി എന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണല്ലേ, ദയവ് ചെയ്ത് കടന്നുപോയ എന്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് ആ പിതാവിനെ പറഞ്ഞേക്കുകയായിരുന്നു. റളിയല്ലാഹു പറഞ്ഞതിന്റെ ചുരുക്കം, മക്കളോട് ചെയ്യേണ്ട ഹക്ക് നേരാവണ്ണം നിർവഹിച്ചില്ല എങ്കിൽ ഈ ലോകത്തും ആ മക്കൾ എതിരാകും, പരലോകത്ത് എന്തായിരുന്നാലും എതിരാകുമല്ല. ഹക്ക് നിർവഹിച്ചുള്ള മാതാപിതാക്കളായി സ്വീകരിക്കണേ റബ്ബേ. വിശുദ്ധമായ ഖുർആനെന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ. ഹക്ക് നിർവഹിക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ 3 സന്ദർഭങ്ങളുണ്ട്. ഒന്ന് സൂറത്തുൽ ലുഖ്മാൻ, മറ്റൊന്ന് സൂറത്തുൽ ഹൂദ്, മറ്റൊന്ന് സൂറത്തുൽ സഫാത്ത്. 3 സൂറത്തുകൾ വിശുദ്ധമായ ഖുർആനിലെ 3 അധ്യായങ്ങളാണ്. ആ 3 അധ്യായങ്ങളിലാണ് ഒരു പിതാവ് സ്വന്തം സന്തതിയോട് യാ ബുനയ്യ സ്നേഹത്തിലുള്ള ഒരു വിളി വിളിച്ചുകൊണ്ടുള്ള 3 സന്ദർഭങ്ങൾ. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞു മോനെ, എന്റെ കുഞ്ഞു സന്തതിയെ. ഒരു പിതാവ്, ഒരു രക്ഷിതാവ് സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു പ്രയോഗമാണ് യാ ബുനയ്യ. ഇങ്ങനെ സ്നേഹത്തിലുള്ള ഒരു വിളി 3 സന്ദർഭങ്ങളിൽ പ്രയോഗിച്ചെടുത്ത് 3 രക്ഷിതാക്കളുടെ പെരുമാറ്റങ്ങൾ, 3 രക്ഷിതാക്കളുടെ ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനായത്തോടെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. 3 സൂറത്തിലെയും യാ ബുനയ്യ എന്ന പ്രയോഗം 3 പശ്ചാത്തലങ്ങളിലാണ്, 3 രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ലുഖ്മാനിലാണ്. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു ലുഖ്മാനി എന്ന പിതാവ് സ്വന്തം കുട്ടിയെ മുന്നിലിരുത്തി 10 ഉപദേശങ്ങൾ കൊടുക്കുന്ന രംഗമാണ്. സൂറത്തുൽ ലുഖ്മാനിലെ 11, 12, 13, 14, 15, 16, 17, 18, 19 ആ വചനങ്ങൾ പാരായണം ചെയ്ത ലുഖ്മാൻ എന്ന പിതാവ് സ്വന്തം മോനെ മുന്നിലിരുത്തി വളരെ സ്നേഹത്തിൽ ഉപദേശിക്കുന്ന വല്ലാത്ത രംഗമാണ്. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ അനിഷ്കുർ ലില്ലാഹ് വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ ലുഖ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം നബിയാണെന്നോ വലിയാണെന്നോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ലുഖ്മാൻ എന്ന ബാപ്പാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ലുഖ്മാൻ എന്ന ബാപ്പ സ്വന്തം മോനെ മുന്നിലിരുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അഥവാ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വന്തം മക്കളെ മുന്നിലിരുത്തി സ്നേഹത്തിലും പരിലാളനയിലും താലോല വർത്തമാനത്തിലും ദീൻ ഉപദേശിച്ച് ഏതെങ്കിലും ഒരു സംരംഭം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടോ എന്ന് മനസ്സിനോടൊന്ന് ചോദിക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ. ലുഖ്മാൻ എന്ന രക്ഷിതാവ് സ്വന്തം മോനെ മുന്നിലിരുത്തി 10 ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. വൈദ ഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്
മുന്നിലിരിക്കുന്ന കുട്ടിയോട് പറഞ്ഞു, കുഞ്ഞു മോനെ, ഏത്തിഖാദിലും വിശ്വാസത്തിലും ആദർശത്തിലും ദുർഗന്ധം വരുന്നത് നോക്കണം, ഈമാനിനെ കാത്തു സൂക്ഷിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ച് മോനെ ജീവിക്കണം. ഒരു ബാപ്പ മോനെ ഇരുത്തി ഏകപക്ഷീയമായി സ്നേഹത്തിൽ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം. പിന്നീട് ആയത്തിൽ ഇങ്ങനെ ഓതി വന്നാൽ, യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഹറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ആ ലുഖ്മാൻ എന്ന പിതാവ് മോന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം, മോനെ, ഏതേത് പാറക്കെട്ടിന്റെ ഉള്ളിൽ നീ താമസിക്കുകയാണെങ്കിലും, ഏതേത് ആകാശത്തിന്റെ ഉള്ളിൽ പോയി നിന്നാലും, ഭൂമിയുടെ ഉള്ളിൽ പോയി നീ താമസിച്ചാലും, ആരാരുമില്ലാത്ത രഹസ്യ സങ്കേതങ്ങളിൽ പോയി നീ താമസിച്ചാലും, പടച്ച തമ്പുരാന് നിന്നെ കാണും കേട്ടോ, പടച്ച തമ്പുരാന് നിന്നെ കാണും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മോനെ നിന്നെ നോക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്. നീ ഭൂമിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും, ആകാശത്തിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും, ഏതെങ്കിലും പാറക്കെട്ടിന്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും, പടച്ച തമ്പുരാന് നിന്നെ കാണും മോനെ. രണ്ടാമതായി ഉപദേശിച്ചു. പിന്നീട് പറയുന്നത്, യാ ബുനയ്യ ഖിമിസ് സ്വലാത്ത്, കുഞ്ഞുമോനെ നിസ്കാരം നിലനിർത്തണം, വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, വൻഹാ അനിൽ മുൻകർ, തിന്മ വിലക്കണം, വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. കുഞ്ഞുമോനെ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിലക്കുമ്പോഴും നിനക്ക് വന്നേക്കാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീ ക്ഷമിക്കുകയും സഹിക്കുകയും വേണം. വലാ തുസയ്യിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. എന്റെ കുഞ്ഞുമോനെ, ജനങ്ങളെ നീ അവഗണിക്കരുത്, മുതിർന്നവരെ നീ നിന്ദിക്കരുത്, മുതിർന്നവരോട് അപമര്യാദയായി പെരുമാറരുത്. വലാ തംശി ഫിൽ അർളി മറഹ. എന്റെ കുഞ്ഞുമോനെ, ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ, നിന്റെ നാട്ടിലൂടെ നടക്കുമ്പോൾ അഹങ്കാരിയായി നടക്കരുത്, അഹംഭാവിയായി നടക്കരുത്, തമ്പോടുകൂടെയും ഗർഭോടുകൂടെയും നടക്കരുത്. വഖ്സിദ് ഫീ മശീക വഹുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. കുഞ്ഞുമോനെ, നിന്റെ നടത്തത്തിൽ താഴ്മ വേണം, നിന്റെ ശബ്ദത്തിൽ വിനയം വേണം, നിന്റെ സംസാരത്തിൽ വിനയം വേണം. ആയി നോക്കൂ നിങ്ങൾ, ലുഖ്മാൻ എന്ന പിതാവ് സ്വന്തം മകനെ മുന്നിലിരുത്തി ഏകപക്ഷീയമായി സ്നേഹത്തിൽ ഉപദേശിക്കുന്ന വലിയ മുഹൂർത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മാതാപിതാക്കളെ കേൾപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ആ മോനോട് പറയുന്നു, മോനെ വിശ്വാസം നോക്കണം, ശിർക്ക് വരരുത്, ബിദ്അത്ത് വരരുത്, വിശ്വാസത്തിൽ ദുർഗന്ധം വന്നു പോകരുത്. മോനെ, ആരാരുമില്ലാത്ത റൂമിനകത്ത് കടകടച്ചിരിക്കുമ്പോഴും, ഈ കാരംസ് കളിക്കുമ്പോഴും, ലുഡോ കളിക്കുമ്പോഴും, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും, ഫോൺ എടുത്ത ഫോൺ സൈറ്റുകളിലൂടെ നീ സഞ്ചരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്നുണ്ട്, നിന്നെ നോക്കുന്നുണ്ട് എന്ന ബോധം നിനക്ക് വേണം. അതുപോലെ മോനെ, നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. ആ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിലക്കുമ്പോഴും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ നീ അത് നന്നായി അങ്ങ് ക്ഷമിക്കണം. ജനങ്ങളെ നിന്ദിക്കരുത്, മുതിർന്നവരോട് അപമര്യാദയായി പെരുമാറരുത്, നടക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാവരുത്, നിന്റെ നടത്തത്തിൽ വിനയം വേണം, നിന്റെ ശബ്ദത്തിൽ താഴ്മ വേണം. നോക്കൂ നിങ്ങൾ, ആ ബാപ്പത് പറഞ്ഞെങ്കിൽ ലുഖ്മാൻ എന്ന പിതാവിന്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ആ 10 കാര്യങ്ങളും ആത്മാർത്ഥമായി ജീവിതത്തിൽ നിർവഹിച്ചു കാണിച്ചു തന്ന ബാപ്പയായതുകൊണ്ടാണ് ആ മോനെ ഇരുത്തി, മോനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ മോനെ ആത്മാർത്ഥമായി കേട്ടുനിന്നത്. ഇതുപോലെ രക്ഷിതാക്കളെ, ഉമ്മമാരെ, നമുക്ക് നമ്മുടെ പെൺമക്കളോട് പറയാൻ കഴിയുന്നുണ്ട്, മോളെ, നീ സ്കൂളിലേക്ക് പോകുമ്പോൾ നിന്റെ മുടി കാണുന്നുണ്ട്, നിന്റെ കാൽത്തണ്ടം കാണുന്നുണ്ട്, നിന്റെ കൈകാലുകൾ കാണുന്നുണ്ട്, നിന്റെ നഗ്നത അന്യപുരുഷന്മാര് കാണുന്നുണ്ട്. അതുപോലെ പിതാക്കന്മാർ അവരുടെ ആൺമക്കളോട് പെൺമക്കളോട് ഉപദേശിച്ചാൽ ആ മക്കൾ ഉപദേശിക്കുന്ന കോലത്തിലാണോ നിലവിൽ നമ്മുടെ സാഹചര്യമുള്ളത്? നമ്മൾ തന്നെ തിന്മ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ തന്നെ നഗ്ന
ബാധ്യത മറക്കാത്തവരാണെങ്കിൽ, നമ്മൾ തന്നെ ഗീബത്ത് പറയുന്നവരാണെങ്കിൽ, നമ്മൾ തന്നെ നമീമത്ത് പറയുന്നവരാണെങ്കിൽ, നമ്മൾ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നവരാണെങ്കിൽ, നമ്മൾ തന്നെ ഫോണിൽ ഇങ്ങനെ റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നീക്കി കേവലമായ മ്യൂസിക്കുകൾ കേട്ട് സിനിമ കണ്ട് കോമഡി കണ്ട് സീരിയൽ കണ്ട് സമയങ്ങളെ കൊല്ലുന്നവരാണെങ്കിൽ, ആ മക്കൾക്ക് നമ്മൾ എന്തൊരു ഉപദേശമാണ് നൽകുന്നത്, ആ മക്കൾക്ക് എന്തൊരു സന്ദേശമാണ് നൽകുന്നത് എന്ന് ലുക്മാൻ എന്ന പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കി ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാഹുവേ, അർഹതയോടുകൂടെ ഉപദേശിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് സൂറത്തുൽ ലുഖ്മാനിൽ യാ ബുനിയ എന്ന പ്രയോഗം അഥവാ ഏകപക്ഷീയമായി കുഞ്ഞു മകനെ വളരെ സ്നേഹത്തിൽ ലാളനയിൽ ഉപദേശിക്കുന്ന രംഗം. ഇനി സൂറത്തു സോഫാത്തിലേക്ക് വരൂ നിങ്ങൾ. സൂറത്തു സോഫാത്തിലേക്ക് വന്നാൽ ഒരു ബാപ്പയുടെയും മകന്റെയും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ബാപ്പായുടെയും മകന്റെയും ഇടയിലുള്ള സംസാരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ സംസാരിക്കുന്ന ബാപ്പയും മകനും ആധുനാധുനിക ലോകത്ത് പുതിയ പഠനങ്ങൾ പറയുന്നത് മാതാപിതാക്കളോട് മക്കൾ സംസാരം വളരെ ചുരുങ്ങി വരികയാണത്രേ. വിശേഷിച്ചും പിതാക്കളോടുള്ള മാതാപിതാക്കളോട് ആൺമക്കളുടെ സംസാരം ചുരുങ്ങി വരികയാണത്രേ. അവർ സുഹൃത്തുക്കളോട് ദീർഘനേരം സംസാരിക്കും, കടത്തിണ്ണകളിൽ ഇരുന്ന സുഹൃത്തുക്കളോടൊപ്പം ദീർഘനേരം സംസാരിക്കും, അല്ലെങ്കിൽ കാമുകിമാരോട് ഫോണിലൂടെ ദീർഘനേരം സംസാരിക്കും. പക്ഷെ സ്വന്തം പിതാവിനോട് സംസാരിക്കാൻ, സ്വന്തം ഉമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം കണ്ടെത്താത്ത ഹതഭാഗ്യരായ മക്കൾ ആധുനാധുനിക ലോകത്തിന്റെ ദുരന്തങ്ങളായി മാറുന്നു എന്ന് ചില പഠനങ്ങൾ ഇങ്ങനെ പറയുന്നു. ഏതായിരുന്നാലും സൂറത്തു സോഫാത്തിലെ 100 മുതൽക്കുള്ള വചനങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ആ ബാപ്പാന്റെയും മകന്റെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഉടനെ കഴുത്തന്റെ ഉടയോ തുണയില്ലേ നമുക്ക് ബാപ്പാ, ആറ്റ കണിമോനെ ഇതാ നിന്നെ പോ, ഏറ്റം സുഖമന്റെ മനസ്സിനി പോ, നേരം കളയാതെ യറുക്കു ബാപ്പാ, നേരെ പിടി വാഴ്വേ ചറുക്കു ബാപ്പാ, ബാപ്പാ അവിടെ ഞാൻ നദി കാണുന്നു, മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. കേട്ട് തഴപ്പിച്ച വരികളാണത്. ആ വരിയുടെ ഉള്ളടക്കം പറയുന്ന ആയത്താണ് സൂറത്തു സോഫാത്തിലെ 100 മുതൽക്കുള്ള വചനങ്ങൾ. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരനീട്ടി ദുആ ചെയ്തു, പടച്ചോനെ നല്ല സഹനശീലനായ മകനെ തരണമേ, സഹനശീലനായ കുട്ടികളെ തരണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മകനെ കൊടുത്തു. ഫലമ്മാ ബലഗ മാഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ ബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. കുട്ടിക്ക് നടക്കേണ്ട പ്രായമെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഉള്ളതൊന്ന് സംസാരിക്കുകയാണ്. മോനെ, അള്ളാന്റെ കൽപ്പന വന്നിട്ടുണ്ട് മോൻ അറുക്കണമെന്ന്, അള്ളാന്റെ കൽപ്പന വന്നിട്ടുണ്ട് മോൻ അറുക്കണമെന്ന്. ഹൃദയം തുറന്ന് മോനോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ബാപ്പ. ആ സമയത്ത് ഇസ്മായിൽ എന്ന മകൻ തിരിച്ചു പറയുന്നത് ഖാല യാ ബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അള്ളാന്റെ കൽപ്പനയാണല്ലോ പൊന്നുപ്പ, എങ്കിൽ പൊന്നുപ്പത് നിർവഹിച്ചോളൂ. അള്ള പറഞ്ഞതല്ലേ നിർവഹിച്ചോളൂ. ഉള്ളു തുറന്ന് സംസാരിക്കുകയും സ്നേഹത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഒരു പിതാവും മകനും, അതിന്റെ ഉള്ളടക്കമാണ് നമ്മൾ നടത്തിയെടുക്കേണ്ടത്. അഥവാ അത് പ്രതീകമായി സിംബോളിക്കായി നിൽക്കുന്നത് എന്താണ്? മാതാപിതാക്കളുടെയും മക്കളുടെയും ഇടയിലുള്ള സ്നേഹത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അതുപോലെ സൂറത്ത് ഹൂദിലെ 42-ാമത്തെ വചനം
വചനം സൂറത്ത് ഹൂദിലെ 42-ാമത്തെ വചനം. അവിടെയും യാ ബുനയ്യ എന്നൊരു പ്രയോഗമുണ്ട്. അഥവാ നൂഹ് നബി അലൈഹിസ്സലാം തിന്മയിൽ മുങ്ങിക്കുളിച്ച മോനെ ഉപദേശിക്കുമ്പോൾ അവിടെയും സ്നേഹത്തിലാണ് ഉപദേശിക്കുന്നത്. യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. തിന്മയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന മോനോട്, മോനെ തിന്മയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് തിന്മയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മകനോട് സ്നേഹത്തിൽ പെരുമാറുന്ന നൂഹ് നബി അലൈഹിസ്സലാം, യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. അഥവാ മക്കൾ തിന്മ ചെയ്യുമ്പോഴും അവരെ മോശമായി കാണരുത്, അവരെ വിഡ്ഢിയെന്നോ പൊട്ടനെയെന്നോ നല്ലവനല്ലാത്തവനെയെന്നോ കുരുത്തം കെട്ടവനെയെന്നോ മാതാപിതാക്കളുടെ ചുണ്ടിൽ നിന്ന് വരരുത്. അഥവാ ഈ 3 പശ്ചാത്തലങ്ങളിലെ യാ ബുനയ്യ എന്ന പ്രയോഗം പ്രതീകമാണ്. ലുഖ്മാൻ എന്ന പിതാവിന്റെ സംസാരത്തിലെ യാ ബുനയ്യ എന്ന പ്രയോഗം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംസാരത്തിലെ യാ ബുനയ്യ എന്ന പ്രയോഗം, അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംസാരത്തിലെ യാ ബുനയ്യ എന്ന പ്രയോഗം. ആ 3 പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലെ 3 സന്ദർഭങ്ങളാണ്. അഥവാ ഒന്നാമത്തേത് അർഹതയോടുകൂടെ മക്കളെ ഉപദേശിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു തുറന്ന് സംസാരിക്കുന്ന രംഗം വരണം. അതുപോലെ മൂന്നാമത്തേത് മക്കൾ തിന്മ ചെയ്യുന്നവരാണെങ്കിലും സ്നേഹത്തിൽ ആ മക്കളെ ഉപദേശിക്കാനുള്ള വിശാലമായ മനസ്സ് വേണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മാതാപിതാക്കളെ വിളിച്ച് ആ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഹക്കുകളെ സംബന്ധിച്ച് വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ സൂറത്ത് തൂറിലെ 21-ാമത്തെ പ്രയോഗം അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. മക്കളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, മക്കളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന മക്കളുടെ മുമ്പിൽ തിന്മ ലാഘവത്തോടുകൂടെ കാണിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരോട് പറയട്ടെ, ആ സൂറത്ത് തൂറിലെ 21-ാമത്തെ പ്രയോഗം എന്താണ്? അതിന്റെ ഉള്ളടക്കം വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. അഥവാ സ്വർഗ്ഗഗ്രസ്തരായ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ കൂടെ കിട്ടുമ്പോഴുള്ള സന്തോഷമാണ് അതിന്റെ ഉള്ളടക്കം. അഥവാ നന്മ ചെയ്ത ആളുകളൊക്കെ സ്വർഗത്തിൽ കിടക്കും. പക്ഷേ നന്മ ചെയ്ത് സ്വർഗത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് ഈമാനുള്ള മുഅ്മിനീങ്ങളായ മക്കളെ കൂടെ കിട്ടാതിരിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ സന്തോഷം സമ്പൂർണ്ണമാകുമോ? ആ മാതാപിതാക്കളുടെ സന്തോഷം സമ്പൂർണ്ണമാകുമോ? ആ സൂറത്ത് തൂറിൽ 21-ാമത്തെ പ്രയോഗത്തിന്റെ മുമ്പിൽ ചില ആയത്തുകൾ പറയുന്നുണ്ട്. അഥവാ സ്വർഗ ലോകത്തെ ആനന്ദങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം ഖുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅലമൂൻ മുത്തഖീന അലാ സുറുരിൻ മസ്ഫൂഫ വസബ്ബജ്നാഹും ബിഹൂരിൻ നഈം. സ്വർഗ്ഗലോകത്ത് കൊട്ടാരങ്ങളുണ്ട്, സ്വർഗ്ഗലോകത്ത് പവിഴങ്ങളുണ്ട്, സ്വർഗ്ഗലോകത്ത് ഹൂറുൽ ഐനികളുണ്ട്, സ്വർഗ്ഗലോകത്ത് വലിയ പവിഴങ്ങളുണ്ട്, നല്ല വിഭവങ്ങളുണ്ട്, അന്നപാനീയങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നത് മാതാപിതാക്കളുടെ വിഷയം പറയുന്നത്. സ്വർഗ്ഗഗ്രസ്തരായ മാതാപിതാക്കൾക്ക് ഈമാനുള്ള തന്റെ മക്കളെ കൂടെ കിട്ടാതിരിക്കുമ്പോൾ ഈ പവിഴങ്ങളും ഈ മരങ്ങളും ഈ കൊട്ടാരങ്ങളും ഈ വിഭവങ്ങളും
കിട്ടിയതിന്റെ പേരിൽ ആ മാതാപിതാക്കളുടെ മനസ്സ് സന്തോഷിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ ലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഏത് മാതാപിതാക്കളാണോ തന്റെ ആത്മീയമായ ജീവിതത്തിലേക്ക്, തന്റെ ആദർശത്തിലേക്ക്, തന്റെ ആത്മീയ ജീവിതത്തിലേക്ക്, തന്റെ സുഹൃത ജീവിതത്തിലേക്ക് മക്കളെ മാടി വിളിച്ചത്, ആ മക്കൾക്ക് അതിലുള്ള വഴി കാണിച്ചു കൊടുത്തത്, ആ മാതാപിതാക്കളുടെ അരികിലേക്ക് നന്മ കുറവുള്ള മക്കളാണെങ്കിൽ പോലും ആ മാതാപിതാക്കളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആ മക്കളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കടത്തുന്നതാണെന്ന് വിശുദ്ധമായ ഖുർആൻ അടിവരയിട്ട് പറയുമ്പോൾ, അല്ലാഹുവേ, ഞങ്ങളും മക്കളും സ്വർഗ്ഗലോകത്ത് മുത്തിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളെന്ന മാതാപിതാക്കളെ കണ്ടുകൊണ്ട് മക്കൾ നന്മയുടെ ആളുകളായി തീരണം. ധാരാളം മുത്താലിമീങ്ങൾ വളരണം, ധാരാളം മുത്താലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. അല്ലാഹുവേ, ഈ മുത്താലിമീങ്ങളടക്കം എല്ലാ മുത്താലിമീങ്ങൾക്കും നല്ല ഹിഫ്ള്, നല്ല ബുദ്ധി നൽകണേ അല്ലാ. മുത്താലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ഉമ്മാന്റെ വല്ലാത്ത വാക്ക് ഓർമ്മ വന്നു പോവുകയാണ്. അഥവാ മർക്കസു സഖാഫത്തി സുന്നിയത്തിൽ ഇസ്ലാമിയയിൽ ഈ വിനീതൻ മുത്തവ്വൽ അവ്വലിലെ 300ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് അൽ അഷ്ബാഹു വൻ നവാഇർ എന്ന കിതാബ് ഞാൻ ഇങ്ങനെ ദർസ് നടത്തുകയാണ്. അൽ അഷ്ബാഹു വൻ നവാഇർ എന്ന കിതാബ് സുയൂത്തി ഇമാമിന്റെ കിതാബാണ്, വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ആ കിതാബ് ഇങ്ങനെ ദർസ് നടത്തുകയാണ്. പെട്ടെന്നൊരു കുട്ടി, നല്ല തണ്ടും തടിയുമുള്ള നല്ല പൗരുഷഭാവമുള്ള ഒരു കുട്ടി അങ്ങനെ ഉറങ്ങുന്നത് കണ്ടു, അശ്രദ്ധനായി നിൽക്കുന്നത് കണ്ടു. അശ്രദ്ധനായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നല്ല ഗൗരവമേറിയ വിഷയമാണിത്. മോൻ വിഷയം ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നീട് പരീക്ഷയിൽ തോറ്റുപോകും, ആ വിഷയം പിന്നീട് പ്രയാസമാകുമെന്ന് ആ കുട്ടിയെ ഞാൻ ഉപദേശിച്ചു. ആ മുത്താലിമായ മോനെ ഞാൻ ഉപദേശിച്ചു. എടാ പോണ ഇജ്ജി അനക്കൊന്നും വിളിച്ചിട്ടില്ല. ഓർമ്മ വെച്ചത് മുതൽക്ക് ഈ പറയുന്ന നിമിഷം വരെ ഒരൊറ്റ മുത്താലിമിനെയും എടാ എന്നോ പോടാ എന്നോ ഇജ്ജി എന്നോ അനക്ക് എന്നോ ഈ നാക്കുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. അത് പരലോകത്ത് വലിയൊരു പ്രതീക്ഷയാണ്. അല്ലാഹു തആല മുത്താലിമിങ്ങളുടെ പൊരുത്തം നമുക്ക് തരട്ടെ. ഏതായിരുന്നാലും അന്നേ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു, ഞാൻ നേരെ എന്റെ റൂമിലേക്ക് പോന്നു. ആ കുട്ടി എന്റെ പിന്നാലെ വരുന്നുണ്ട്. ഞാൻ എന്റെ റൂമിലേക്ക് കടന്നപ്പോൾ ആ മുത്താലിമായ മോൻ എന്റെ റൂമിന്റെ കവാടത്തിങ്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. ഞാൻ കണ്ട ഉടനെ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ ഒരു അശ്രദ്ധനായി നിന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് മോന് പൊരുത്തപ്പെടണം എന്ന മോനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ മുത്താലിമായ മോന് പറഞ്ഞു, ഒരു ചെറിയ കാര്യം എനിക്ക് ഉസ്താദിനോട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, മോന് പറഞ്ഞോളൂ. അപ്പോൾ ആ മുത്താലിമായ മോന് സ്വന്തം ജീവിതം ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അഥവാ ഞങ്ങൾ 2 ആൺമക്കളാണ് പൊന്നുമ്മാക്കുള്ളത്. പാപ്പ നേരത്തെ ഞങ്ങളെ വിട്ടുപോയതാണ്. പാപ്പ എവിടെയാണെന്നോ പാപ്പ ആരാണെന്നോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ 2 ആൺമക്കളാണ് പൊന്നുമ്മാക്കുള്ളത്. അനിയനാണെങ്കിലോ ഡിസ്കിന് കേടുവന്ന് വർഷങ്ങളായി ഒരേ കിടത്തത്തിലാണ്. എന്റെ പൊന്നുമ്മയാണെങ്കിലോ വീടാന്തരം കയറിയിറങ്ങി കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള, വിജ്ഞാനം നേടാനുള്ള ഓരോ സമ്പാദ്യങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടുന്നത്. വീടാന്തരം കയറിയിറങ്ങുന്ന പൊന്നുമ്മ അങ്ങനെ നിരന്തരം കഠിനാധ്വാനം ചെയ്ത് 10-45 വയസ്സ് മാത്രമാണ് പൊന്നുമ്മക്ക് പ്രായമുള്ളതെങ്കിലും ആ ഉമ്മ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയിട്ടുണ്ട്. ആ ഉമ്മാക്കില്ലാത്ത രോഗങ്ങളില്ല, ആ ഉമ്മാക്കില്ലാത്ത പ്രയാസങ്ങളില്ല. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ, ഞാൻ 10-25 വയസ്സുള്ള മോനാണല്ലോ, നല്ല തണ്ടും തടിയും ആരോഗ്യവുമുള്ള മോനാണല്ലോ, ഞാൻ നല്ല ആരോഗ്യമുള്ള മോനാണല്ലോ. അതുകൊണ്ട് ഞാൻ പഠനം നിർത്തി ജോലിക്ക് പോയാൽ നല്ല കാശ് കിട്ടും. ആ കാശ് കൊണ്ട് പൊന്നുമ്മാന്റെ രോഗം മാറ്റാനുള്ള ഔഷധങ്ങളും ചികിത്സകളും അന്വേഷിക്കാൻ പറ്റും. അതുകൊണ്ട് പൊന്നും
പൊന്നുമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പഠനം നിർത്തി ജോലിക്ക് പോയിക്കോളാം പൊന്നുമ്മ. അപ്പോൾ ആ പൊന്നുമ്മ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്കുണ്ട്, മോനെ നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് നല്ല രോഗമുണ്ട്, എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയിട്ടുണ്ട്, അകാല രോഗം ബാധിച്ചിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ട് എന്റെ ശരീരം ക്ഷയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഓരോ വ്യാഴാഴ്ചയും പൊന്നമോന് മർക്കസിൽ നിന്ന് ആ വെള്ള വസ്ത്രം ധരിച്ചു വരുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ വേദന മറന്നു പോകുന്ന പോലെ ഓരോ വ്യാഴാഴ്ചയും എന്റെ പൊന്നമോന് വരാനുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എന്റെ രോഗം ഞാൻ മറന്നു പോവുകയാ, എന്റെ വേദന ഞാൻ മറന്നു പോവുകയാ. അതുകൊണ്ട് എന്റെ പൊന്നമോന് പഠനം പൂർത്തീകരിച്ച് വിഹിതമെടുത്തു വരുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി എന്റെ വേദന ഞാൻ സഹിക്കുക, എന്റെ വേദന ഞാൻ സഹിക്കുന്നു. എനിക്ക് എന്റെ വേദന പ്രശ്നമല്ല, എനിക്ക് എന്റെ രോഗം പ്രശ്നമല്ല. എന്നിട്ട് ആ മുതല്ലിമായ മോന് പറയുകയാണ്, ഉമ്മാന്റെ വാക്ക് കേട്ട് ആ മർക്കസിലെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ പൊന്നുമ്മാനെ ഓർമ്മ വരും. കാരണം തണ്ടും തടിയുള്ള മോൻ ഇവിടെ പഠിക്കുമ്പോഴും ഉമ്മ വീട് വിടാൻ തരം കയറിയില്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന മക്കളെ പോറ്റാൻ വേണ്ടി ഉമ്മനെ ഓർക്കുമ്പോഴും ഉമ്മ എന്ന് ഓർമ്മ വരുമ്പോഴാണ് ഞാൻ അശ്രദ്ധനാകുന്നത്. അല്ലാതെ ഞാൻ കരുതിക്കൂട്ടി ഉസ്താദിന്റെ ക്ലാസ്സിൽ അശ്രദ്ധനായതല്ല എന്ന് പറഞ്ഞൊരു കുഞ്ഞുമോന്റെ വാക്ക് ഓർമ്മ വരികയാണ്. ആ ഒരു ഉമ്മാന്റെ വാക്ക് നോക്കൂ നിങ്ങൾ. ഓരോ വ്യാഴാഴ്ചയും വെള്ള വസ്ത്രം ധരിച്ചു വരുന്ന കുഞ്ഞുമോനെ നിന്റെ വരവ് കാത്തിരിക്കുമ്പോൾ, നിന്റെ വരവ് കാണുമ്പോൾ ഞാൻ എന്റെ രോഗം മറന്നു പോകുന്നു, ഞാൻ എന്റെ വേദന മറന്നു പോകുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഹാഫിളീങ്ങളായ മക്കളുണ്ട്, ആ ഹിഫ്ളനുസരിച്ച് ഹിഫ്ളനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് നിർവഹിക്കുന്ന മാതാപിതാക്കളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതത്തിലെ എത്രയോ ഉപദേശങ്ങൾ, മാതാപിതാക്കളെ ചൂണ്ടിയുള്ള ഉപദേശങ്ങൾ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതെല്ലാം ഇഖ്ലാസുള്ള വർത്തമാനങ്ങളായി കബൂലാക്കട്ടെ. ഈ പറഞ്ഞതെല്ലാം ഇഖ്ലാസുള്ള സംസാരങ്ങളായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബദറിലുമേറിയ വന്നൂറേ ബർതകം നബികൾ സീറേ ബറക നിറഞ്ഞ ഷഫീഉറേ ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله خلي في خلة الخذلان خوف الخاتمة خالي خليلا خامل الوصف من الخلخال خال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله وآخر دعوانا أن الحمد لله رب العالمين. നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തായ കാര്യങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുക. മക്കൾ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതകളെ സംബന്ധിച്ച് വിശാലമായി തന്നെ വേറെ പറയാനുള്ളത് കൊണ്ട് അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയും. നാളെ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് പ്രചോദനം നൽകിയ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തായ കർമ്മങ്ങളും അതാണ് പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك